പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഞാനിന്ന് വന്നത് നമ്മുടെ NMMSന്റെ പുതിയൊരു വേർഷൻ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ NMMS അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 4.0 ആണ്. അതായത് NMMS 4.0 അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാറി വരട്ടെ, നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പുതിയ NMMS ഒക്കെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ പുതിയത് കിട്ടുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പോരാ. നമ്മളിപ്പം നിലവിലുള്ള NMMS അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതിയ NMMS ചെയ്യണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ലിങ്കൊന്നും വേണ്ട, പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം NMMS 4.0 NMMS 4.0 എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ അത് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക, ശേഷം ഓപ്പൺ കൊടുക്കുക. നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മളെ മൊബൈലിലുള്ള പഴയ വേർഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പുതിയ വേർഷനിൽ മാത്രമേ ഇനി കിട്ടുള്ളൂ, പഴയ വേർഷനിൽ കിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇന്ന് തന്നെ എന്ത് ചെയ്യണം, നാളെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ അത് അൺഇൻസ്റ്റാളായി പുതിയ NMMS 4.0 ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ ഫോട്ടോ എടുക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുതിയ വേർഷൻ നമ്മൾ സാധാരണ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഇപ്പം നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർഫേസ് ആ തുടക്കത്തിൽ വരുന്ന സാധനം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് മാസ്റ്റർ കൊടുക്കുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ ആ ലൈനിൽ നിന്ന് തൊട്ടിട്ട് ഇടത് ഭാഗത്ത് വരുന്ന അതിൻ്റെ അകത്ത് തന്നെ ഡൗൺലോഡ് മാസ്റ്റർ കൊടുക്കാം. പക്ഷെ അതിന് ശേഷം വരുന്നത് നമ്മൾ ക്യാപ്ചർ അറ്റൻഡൻസ് എന്നൊക്കെ ഉള്ളത് അതൊരു ചാർട്ടായിട്ട് നാല് എണ്ണം, 2 താഴെയോ 2 വലത് ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അതായത് ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്ചർ അറ്റൻഡൻസ്, പിന്നെ അതിൻ്റെ തൊട്ട് വലത് ഭാഗത്ത് അപ്ലോഡ് അറ്റൻഡൻസ്, പിന്നെ വ്യൂ അപ്ലോഡ് അറ്റൻഡൻസ്, പിന്നെ KYC വർക്കേഴ്സ് എന്നുള്ള ഒരു സാധനം കൂടിയിട്ട് അങ്ങനെ 4 എണ്ണമായിട്ടാണ് വരിക. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സാധാരണ പിന്നെ എടുക്കുമ്പോൾ തന്നെ വർക്ക് കോഡ് സെലക്ട് ചെയ്യാൻ ഓൺലി ദിസ് ടൈം കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ പണി എടുക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളാണ് സംഭവം. എന്നാലും എന്ത് ചെയ്യുക, ചെറിയ മാറ്റങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു വേർഷൻ ഇന്ന് തന്നെ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്യുക. ഇനി നിങ്ങളെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വേറെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ VBG റാംജി. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ VBG റാംജിയിലെ തൊഴിൽ അല്ലേ, മഴക്കുഴി വൃക്ഷത്തൈ, അത് ഞങ്ങളുടെ ഏരിയയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രദേശത്തിനനുസരിച്ച് യുക്തധാര പോർട്ടലിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ചാർട്ട് നിങ്ങളെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തൊഴിലുകൾ, എന്തൊക്കെ നമുക്ക് തൊഴിൽ ചെയ്യാന്നുള്ളത് നമ്മൾക്കൊരു ലിസ്റ്റ് തരുന്നുണ്ട്. അതായത് 1 മുതൽ 318 എണ്ണം ഉണ്ട്. 318 തരത്തിലുള്ള ജോലികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പിന്നെ ജലവിഭവം അങ്ങനെ 4 പിന്നെ ഇതായിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ആ 4 ജലസുരക്ഷ, പിന്നെ എന്താ പറയുക, ഗ്രാമീണ മെച്ചപ്പെട്ട അങ്ങനത്തെ കുറേ സംഭവങ്ങളാക്കി ഇത് ചെയ്തിട്ട് ഈ 4 മെയിൻ്റെ അകത്ത് സബായിട്ട് കുറേ കാര്യങ്ങൾ, അതായത് 318 തരത്തിലുള്ള തൊഴിലുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളെ പ്രദേശത്തിന് അനുയോജ്യമായ തൊഴിൽ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് ഓരോ പഞ്ചായത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 318 ജോലികളിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് പഞ്ചായത്തിനെ അറിയിക്കാം. നിങ്ങൾക്ക്
ഇതേപോലെ തന്നെ കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ ഒരു കരട് വിജ്ഞാപനം കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിരുന്നു. അതായത് ഈ കുറേ ഇതേപോലെ തന്നെ വലിയൊരു ലിസ്റ്റ് വെച്ചിട്ട് തൊഴിലുകൾ, ഇന്ന തൊഴിലുകളൊക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ജോലി നിർദ്ദേശിക്കാനും പിന്നെ കരട് വിജ്ഞാപനത്തിൻ്റെ പിന്നെ ഏതെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയിക്കാനും, അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായ വർക്കുകളെ പറ്റി പറയാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്യില്ല, ആരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പിന്നെ നമുക്ക് അനുയോജ്യമായ വർക്കുകൾ എത്രത്തോളം ഇതിലുണ്ട് എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പല പ്രദേശങ്ങളിലും ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള തൊഴിലുകളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഇത് ഇപ്പോൾ വെച്ചുകൊണ്ട് 125 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ മഴക്കുഴിക്കെല്ലാം ആൾക്കാരൊന്നും അങ്ങനെ എന്ത് ചെയ്യണം, എല്ലാ പറമ്പിൻ്റെ ഉടമകളും മഴക്കുഴിയൊക്കെ എടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുമോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, നികുതി ഷീട്ട് തരുമോ അല്ലെങ്കിൽ അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണി കുറവായിരിക്കും. ആ മഴക്കുഴി എടുക്കാൻ പറ്റാത്തവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 318 വരെയുള്ള ഇതിൽ പറ്റാത്ത ഇത് നമ്മൾ അധികവും ഇപ്പോൾ പല ഏരിയയിലും നമ്മൾ എടുക്കാത്ത പണികളാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നത് അറിയില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന നോക്കിയിട്ട് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് തൊഴിലുണ്ടാവുമോ അല്ല തൊഴിൽ ദിനങ്ങൾ 125 ആവുമോ എന്നൊക്കെ നമ്മൾ കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. ഇനിയിപ്പോൾ പണികൾ കൂട്ടിച്ചേർക്കുന്നോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വേറെ ജോലികൾ തരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആവും. അല്ലാതെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പണികളിൽ പലതും പല പ്രദേശങ്ങളിലും 125 തൊഴിൽ ദിനങ്ങളിലും കൊടുക്കാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇപ്പോൾ ഈ 318 തൊഴിൽ ദിനങ്ങളെ ലിസ്റ്റ് നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന തൊഴിൽ ദിനങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ ലിസ്റ്റുള്ളത് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അത് എന്ത് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ അതിലിട്ടിട്ട് നമ്മുടെ AI മെറ്റ എടുത്തിട്ട് എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും അറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് മാറ്റിയിട്ട് നോക്കിയാൽ മതി, ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന പണികൾ പഞ്ചായത്തിനെ അറിയിക്കാം. നമ്മുടെ ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ നമുക്ക് പഞ്ചായത്തിനെ അറിയിച്ചു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ വരും. മറ്റുള്ള പണികളൊക്കെ എടിയും എന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് പറ്റിയ പണികളൊക്കെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 10,068 കഴിഞ്ഞു, നല്ല രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ 1 ലക്ഷം ആൾക്കാർ കണ്ടു. തൊഴിലുറപ്പ് ഫോറം പൂരിപ്പിക്കാം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഫോറം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ 1 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതലായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ദയവായി നിങ്ങളൊരു കാര്യം ചെയ്യുക, എല്ലാവരും ഇത് കാണുന്ന ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ജില്ല ഏതാണ്, നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണ് എന്നത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരുള്ളതാണെങ്കിൽ നമുക്കൊരു നിർദ്ദേശം വെക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള തൊഴിൽ ഏതാണ് എടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് നിങ്ങളുടെ ജില്ലയും പഞ്ചായത്തും ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പിന്നെ തൊഴിൽ എന്ത് തൊഴിലാണ് എടുക്കാൻ പറ്റുന്നത് എന്ന് കൂടി ടൈപ്പ് ചെയ്താൽ, കാരണം ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ തൊഴിലാളികൾ മാത്രമല്ല ഇത് കാണുന്നത്,
ഇതിൽ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് മനസ്സിലാവും, ഇന്ന ഏരിയയിൽ ഇന്ന തൊഴിലാണ് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങളുടെ ജില്ല, പഞ്ചായത്ത് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഏത് തൊഴിലാണ് പറ്റുന്നതെന്ന് ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.